ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മിഹ്റാജിൻ്റെ വേളയിൽ, ആ രാത്രിയുടെ നിശബ്ദതയിൽ ഹബീബായ തങ്ങൾ കഅബാലയത്തിൻ്റെ മുകളിൽ നിന്നും നോക്കിയപ്പോൾ അവിടെ ബൈത്തുൽ മഹ്മൂറിലേക്ക് ഒരുപാട് മലക്കുകൾ, അഥവാ ദിനം പ്രതി 70,000 മലക്കുകൾ ഇറങ്ങുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറയുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നൊരിക്കൽ പറയുകയുണ്ടായി, ആ ബൈത്തുൽ മഹ്മൂർ എങ്ങാണം ഈ ലോകത്തേക്ക്, ഭൂമിയിലേക്ക് വീണാൽ എൻ്റെ കഅബാലയത്തിൻ്റെ മുകളിലായിരിക്കും അത് വീഴുക. കാരണം കഅബാലയത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന, അതിൻ്റെ 7-ാം ആകാശത്തിന് മുകളിലായാണ് ബൈത്തുൽ മഹ്മൂർ സ്ഥിതി ചെയ്യുന്നത്. മലായിക്കത്തുകളുടെ കഅബയാകുന്ന, കേന്ദ്രബിന്ദുവാകുന്ന അള്ളാഹുവിലേക്ക് തസ്ബീഹുകളും തവാഫും ചെയ്ത് അള്ളാഹുവിലേക്ക് 70,000 മലക്കുകൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ആ മലക്കുകൾ പിന്നെ ആ ആകാശത്ത് പിന്നെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ അടുത്തേക്ക് പോവുകയില്ല. പിന്നെയും അവിടെ ഒരു ചരിത്രമുണ്ട്. ഹബീബായ തങ്ങൾ ആ മിഹ്റാജിന്റെ വേളയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയതും ഈ ബൈത്തുൽ മഹ്മൂറിൽ ചാരിയിരിക്കുന്നതായാണ്. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നിറകുടമായ ഈ സ്ഥലം നമുക്ക് മനുഷ്യർക്ക് ഇതൊരിക്കലും കാണാൻ നേരിൽ കഴിയുകയില്ല. നാളെ ആഖിറത്തിൽ കാണാൻ കഴിയുമായിരിക്കും, പക്ഷേ ദുനിയാവിൽ വെച്ച് നമുക്കൊരിക്കലും കാണാൻ കഴിയുകയില്ല എന്ന് ഹബീബായ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അദൃശ്യമായ ലോകമാണ്. കാരണം 7-ാം ആകാശത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വലിയ സംഗമം നമ്മുടെ കഅബാലയം പോലെ മലായിക്കത്തുകളുടെ നിറകുടമായ ഈ സ്ഥലമാണ് ബൈത്തുൽ മഹ്മൂർ.